നമസ്കാരം, ഞാൻ ഡോക്ടർ അനസാണ്, പീഡിയാട്രീഷ്യനാണ്. കീഹോൾ ക്ലിനിക്, സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഇടപ്പള്ളി. പ്രധാന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വളർച്ച. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷം ആ കുഞ്ഞിൻ്റെ തലച്ചോറ് 10 സെൻറ്റിമീറ്ററാണ് വളരുന്നത്. പിന്നത്തെ വർഷം 3 സെൻറ്റിമീറ്ററും ഏതാണ്ട് ഒരു 3 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞിൻ്റെ തലയുടെ വളർച്ച ഏതാണ്ട് കംപ്ലീറ്റ് ആവുകയാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വളരെ ചെറിയ രീതിയിൽ തല വളരുന്നുള്ളൂ, 5-6 വയസ്സ് വരെ. നമ്മുടെ തല അതിനുശേഷം വളരുന്നുണ്ടോ? ഇല്ല, അത് സ്റ്റാറ്റിക് ആണ്. ഈ തലയുടെ അകത്ത് എന്താണ് ഈ വളരുന്നത്? തലച്ചോറാണ്. അപ്പോൾ കുഞ്ഞിന് ഏറ്റവും നല്ല ഭക്ഷണം ചെല്ലേണ്ട സമയം ആദ്യത്തെ ഒരു വർഷമാണ്. അപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ 6 മാസം കൃത്യമായിട്ട് അമ്മയുടെ മുലപ്പാൽ കൊടുത്ത് വളർത്തി കഴിഞ്ഞാൽ ആ കുഞ്ഞിൻ്റെ ബുദ്ധി വികാസവും വളർച്ചയ്ക്കും വളരെ അത്യാവശ്യം, അത് മാത്രം മതി, മുലപ്പാൽ മാത്രം മതി, വേറെ ഒരു ഭക്ഷണം ആവശ്യമില്ല. കുഞ്ഞ് കഴുത്തുറച്ച് കുഞ്ഞ് കമന്ന് വീണ് കഴിഞ്ഞാൽ കുഞ്ഞിന് നമുക്ക് മറ്റ് ആഹാരങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പ്രധാന പ്രശ്നം നമ്മൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഡയറ്റാണ് അധികം കൊടുക്കുന്നത്, അന്നജങ്ങൾ എന്നുവെച്ചാൽ ചോറും മറ്റു കാര്യങ്ങളൊക്കെ. പക്ഷേ പ്രോട്ടീൻ കൂടി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞാൽ പ്രധാന നമ്മുടെ ഒരു വിഷമം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ലോക്ക്ഡൗണും മറ്റു കാര്യങ്ങളായതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ ചടങ്ങുകൾ ഒത്തിരി നീണ്ടു പോകുന്നു. പ്രത്യേകിച്ച് അമ്പലങ്ങളിലും ചോറൂണും പള്ളിയിൽ പോകുന്ന കാര്യങ്ങളൊക്കെ വൈകുന്നുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഡയറ്റ് ശരിക്കും പറഞ്ഞാൽ 1 വയസ്സായിട്ടൊക്കെ കിട്ടത്തുള്ളൂ. നമ്മളെന്താ പറയുന്നത് വെച്ചാൽ 1 വയസ്സിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കഴിക്കുന്ന മസാലയും രുചിക്കൂട്ടും എല്ലാം കുഞ്ഞിന് മനസ്സിലാക്കി സെൻസിറ്റൈസ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ 1 വയസ്സ് കഴിഞ്ഞ കുഞ്ഞിന് ഭക്ഷണം കഴിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. പ്രോട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ 6-ാം മാസം നമ്മൾ ഫുഡ് കൊടുത്തു കൊടുക്കുമ്പോൾ കുറുക്ക്, അതിൽ സൂചി ഗോതമ്പ്, അതുപോലെ റാഗി നല്ലൊരു പ്രോട്ടീനാണ്. അത് കഴിഞ്ഞ് നമുക്ക് 7-ാം മാസത്തിൽ നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പരിപ്പ്, പയർ, കടല, ആ ഗ്രൂപ്പ് ഭക്ഷണം എല്ലാം ഉൾപ്പെടുത്താൻ നമുക്ക്. അതുപോലെ തൈര്, മോര്, ഇതെല്ലാം പ്രോട്ടീൻസാണ്. 8-ാം മാസത്തിൽ നമുക്ക് കുഞ്ഞിന് മീൻ കൊടുത്ത് തുടങ്ങാം. പലരും 1 വയസ്സാവാതെ കുഞ്ഞിന് മീൻ കൊടുക്കാറില്ല. പക്ഷേ നമുക്ക് 8-ാം മാസത്തിൽ കുഞ്ഞിന് മീൻ കൊടുക്കാം. 8-ാം മാസം വേണമെങ്കിൽ നമുക്ക് മുട്ടയുടെ മഞ്ഞക്കുരു കൊടുത്തു തുടങ്ങാൻ പറയുന്നത്. അപ്പോൾ യെല്ലോ യോക്ക് പോർഷൻ നമുക്ക് 8-ാം മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത്. അതുപോലെ 9th മന്തിൽ നമുക്ക് മീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഇറച്ചി കൊടുക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല. 9-ാം മാസം നമുക്ക് മീറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഏത് മീറ്റ് ആണെങ്കിലും കുഞ്ഞിന് ദഹിക്കുന്ന രീതി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഒത്തിരി വേവിച്ച് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. 10-ാം മാസം വോൾ എഗ്, മുട്ട ഫുള്ളായിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ 1 വയസ്സാകുമ്പോഴേക്കും നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും കുഞ്ഞ് കഴിച്ച് അത് പരിചയപ്പെട്ടിരിക്കണം. നമ്മൾ വൈകുന്തോറും കുഞ്ഞിൻ്റെ വളർച്ച, ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ ഒരു വർഷമാണ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ കുഞ്ഞ് ജനിക്കുമ്പോൾ ചില കുട്ടികൾക്ക് ജനന സമയത്ത് ചെറിയ പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. കരയാൻ താമസം വരിക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെറിയ ഡിഫക്റ്റ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ സൂചന നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ് ശ്രദ്ധിക്കണം. കാരണം ആദ്യ നാളുകളിൽ കുഞ്ഞ് അമ്മയുടെ കണ്ണിൽ നോക്കി ചിരിക്കുന്നുണ്ടോ, അമ്മേനെ ശ്രദ്ധിക്കുന്നുണ്ടോ, അമ്മ കൊഞ്ചിക്കുമ്പോഴേ റിയാക്ഷൻ ഉണ്ടോ, അതുള്ള കുറച്ച് കഴിയുമ്പോഴേ ഒരു 2 മാസം 3 മാസം കഴിയുമ്പോൾ കുഞ്ഞ് കഴുത്ത് പതുക്കെ സ്റ്റഡിയായി തുടങ്ങിയിട്ടുണ്ടോ, കുഞ്ഞ് കമന്ന് വീണത് നമുക്കറിയാലോ, ഒരു 4, 5, 6 മാസം ആകുമ്പോൾ കുഞ്ഞ് തിരിഞ്ഞ് കമന്ന് വീഴും. കഴുത്ത് ഉറച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് കമരും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ടൈം ടു ടൈം നമുക്ക് ദയവ് ചെയ്ത് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്സിൻ കാർഡിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോൺസ് എഴുതിയിട്ടുണ്ട്. നമ്മൾ മിനിമം നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം എൻ്റെ അടുത്ത് പല പാരൻസ്, ഇപ്പോൾ 1 വയസ്സിൽ ഒരു പാരൻറ്റ് വരികയാണ്, എൻ്റെ കുഞ്ഞ് ഇതുവരെ കമന്നിട്ടില്ല ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഡിലേ ആയി കഴിഞ്ഞില്ലേ. 6 മാസത്തിൽ കമയുന്ന കുട്ടി 1 വയസ്സായിട്ട് കമന്നില്ലെന്ന് പറഞ്ഞാൽ അത്രയും 6 മാസം വലിയ സമയമാണ്. കാരണം ആദ്യത്തെ ഒരു വർഷം കുഞ്ഞിൻ്റെ തലച്ചോറ് വളരുന്നത് 10 സെൻറ്റിമീറ്ററാണ്. നമ്മൾ എത്ര നേരത്തെ ഇതിന് ഇടപെട്ട് കഴിഞ്ഞാൽ, ഈ സാധനം ഡിലേ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൽ എന്തെങ്കിലും ഡിലേ മൈൽ സ്റ്റോൺസിലുണ്ടെങ്കിൽ നമുക്കത് എത്ര നേരത്തെ ഡോക്ടറെ ശ്രദ്ധപ്പെടുത്തണം. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ അമ്മയാണ് കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ 3-4 മാസമായി കഴിഞ്ഞാലും കഴുത്ത് ഒന്ന് ബലം പിടിച്ച് വന്നില്ല എങ്കിൽ, ഒന്ന് സ്റ്റഡി ആയിട്ടില്ലെങ്കിൽ, 6 മാസം ആകുമ്പോഴേക്കും കുഞ്ഞ് ഉദ്ദേശം കമന്ന് വീണിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ 8 മാസം കഴിയുമ്പോഴേക്കും കുഞ്ഞൊന്ന് ഇരുന്നോ അല്ലെങ്കിൽ ഞെരുങ്ങിയോ പോയി തുടങ്ങിയിട്ടില്ലെങ്കിൽ, 1 വയസ്സാകുമ്പോഴേക്കും കുഞ്ഞ് പിടിച്ച് നിന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ 1.5 വയസ്സായ ശേഷം കുഞ്ഞ് നടന്നിട്ടില്ലെങ്കിൽ, അപ്പോൾ ഓരോന്നും നമ്മൾ ട്രാക്ക് ചെയ്യണം കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റ്. എന്തെങ്കിലും ഡിഫക്റ്റ് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് വരണം. കാരണം നമ്മൾ എത്രയും നേരത്തെ നമ്മൾ ട്രീറ്റ്മെൻറ്റ്, ഫിസിയോതെറാപ്പിയും മറ്റു കാര്യങ്ങളും റീഹാബിലിറ്റേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്രയും എഫക്റ്റീവായിട്ട് നമുക്ക് കുഞ്ഞിൻ്റെ, കാരണം നമ്മളിപ്പോൾ ഈ ഭിന്നശേഷി കുട്ടികളുമായിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ കാണാറുണ്ട്, പല പാരൻസും പറയും എൻ്റെ കുഞ്ഞ് നടന്ന് കണ്ടാൽ മതി ഡോക്ടറെ. പക്ഷേ 3 വയസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ല. ഒരു കുഞ്ഞ് നടന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, ഡിലേ ഉണ്ടെങ്കിൽ അത് 3 വയസ്സിന് മുമ്പ് നമ്മൾ കറക്റ്റ് ചെയ്തിരിക്കണം. ബ്രെയിൻ്റെ വളർച്ച കഴിഞ്ഞ ശേഷം നമ്മൾ ശ്രമിച്ചിട്ട് ഒരു കാര്യമില്ല. പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കുഞ്ഞുങ്ങളുടെ പല്ല് വരാൻ വൈകുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഉദ്ദേശം നമ്മൾ പറയുന്ന കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ 12 മാസം വെച്ചാൽ 1 വയസ്സ്, അപ്പോൾ 12 മാസമുള്ള കുട്ടിക്ക് 12 - 6 പല്ല് കാണണമെന്നാണ്. പ്ലസ് മൈനസ്
3 4 അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാം. എന്നാലും 1 വയസ്സ് കഴിഞ്ഞിട്ടും പല്ല് മുളച്ചിട്ടില്ലെങ്കിൽ അതും ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം 1 വയസ്സും 1 മാസം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനപ്പുറം പല്ല് മുളച്ചില്ലെങ്കിൽ വെയിറ്റ് ചെയ്യരുത്, നമ്മൾ ഇമ്മീഡിയറ്റ് ഡോക്ടറെ കാണിക്കണം. കാരണം എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന് ഒരു കുട്ടിയുടെ കാര്യം ഉദാഹരണം ഞാൻ പറയുകയാണ്. 1 വയസ്സ് കഴിഞ്ഞിട്ടും പല്ല് മുളച്ചിട്ടില്ല. പക്ഷേ അവരെൻ്റെ അടുത്ത് വന്നത് ഒരു ചെറിയ ജലദോഷത്തിന് വേണ്ടിയാണ്. നോക്കുമ്പോഴും കുഞ്ഞിന് പല്ല് മുളച്ചില്ല. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തത്. തൈറോയിഡാണ് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട്. അപ്പോൾ തൈറോയിഡ് ഏത് പ്രായത്തിലുണ്ടാവും. ഇന്ത്യയിൽ ജനിക്കുന്ന എല്ലാ കുട്ടികളും തൈറോയിഡ് സ്ക്രീൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. കാരണം പ്രിവെൻറ്റബിൾ കോസ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ, നമുക്ക് ആയിട്ട് തടയാവുന്ന ബുദ്ധി വളർച്ചയ്ക്ക് വരാവുന്ന ഒരു പ്രധാന അസുഖമാണ് തൈറോയിഡ്. ഹൈപ്പോ തൈറോയിഡ്സം. തൈറോയിഡ് അളവ് കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളിൽ ബുദ്ധി വികാസം കുറഞ്ഞിരിക്കും, കുഞ്ഞുങ്ങളിൽ ഡെവലപ്മെൻറ്റിൽ ഡിലേസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 6 മാസം അല്ലെങ്കിൽ അതിന് മുന്നോ അതിന് ശേഷമോ എനി ടൈം എപ്പോഴാണെങ്കിലും കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിൽ എവിടെയെങ്കിലും ഒരു കുറവ് കാണുന്നുണ്ടെങ്കിൽ, കമരാനോ ഇരിക്കാനോ നടക്കാനോ പല്ല് വരാനോ വൈകുകയാണെങ്കിൽ, അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക, കുഞ്ഞിൻ്റെ വയറ്റിൽ നിന്ന് പോകാനുള്ള മലബന്ധം ബുദ്ധിമുട്ട്, അപ്പോൾ എല്ലാ ദിവസവും വയറ്റിൽ നിന്ന് പോകണം നിർബന്ധമില്ല എങ്കിൽ പോലും സ്ഥിരമായിട്ടൊരു കോൺസ്റ്റിപ്പേഷൻ കുഞ്ഞിൽ കാണുന്നുണ്ടെങ്കിൽ അതും ഡോക്ടറെ ശ്രദ്ധയിൽപ്പെടുത്തണം. കാരണം തൈറോയിഡിൻ്റെ പ്രധാന ലക്ഷണവും കോൺസ്റ്റിപ്പേഷനാണ്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ തൈറോയിഡ് ഉണ്ടെങ്കിലും ഈ ഡെവലപ്മെൻറ്റ് ഡിലേസ് ഉണ്ടാവാം. അപ്പോൾ മെഡിസിൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ പ്രധാന കാര്യങ്ങൾ, ഈ ഡെവലപ്മെൻറ്റിനെ കുറിച്ചും ന്യൂട്രീഷനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ 6 മാസം വരെ നമ്മൾ മുലപ്പാലാണ് കൊടുക്കണമെങ്കിൽ 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ചെറിയ രീതിയിൽ 3 മാസം അയൺ മരുന്ന് എല്ലാ വർഷവും കുഞ്ഞുങ്ങൾ കൊടുക്കുന്നത് നല്ലതായിരിക്കാം. അപ്പോൾ അയൺ ഡ്രോപ്സോ സിറപ്പോ കുഞ്ഞുങ്ങൾക്ക് എല്ലാ വർഷവും ഒരു 3 മാസം കൊടുക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ ഒരു 70% കുട്ടികൾക്കും വിളർച്ച കോമൺ ആയിട്ട് കാണുന്നുണ്ട്. വിളർച്ച ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുങ്ങളിൽ ഡെവലപ്മെൻറ്റിൽ ഡിലേസ് ഉണ്ടാകും, കുഞ്ഞുങ്ങളിൽ പഠനത്തിന് പിന്നോട്ട് നിൽക്കും, പൊരുവരുപ്പ് കൂടുതലായിരിക്കും, വിശപ്പ് കുറവായിരിക്കും, പ്രതിരോധശക്തി കുറവായിരിക്കും. അപ്പോൾ എല്ലാ വർഷവും 3 മാസം അയൺ കൊടുക്കാനുള്ള കാര്യം ശ്രദ്ധിക്കുക. അതുകൂടാതെ തന്നെ വൈറ്റമിൻ D3 ജനിക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ തരുന്ന ഒരു മരുന്നാണ്. കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള മരുന്നാണ് വൈറ്റമിൻ D3. ഇത് 1.5 വയസ്സ് വരെയെങ്കിലും മിനിമം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുഞ്ഞ് നടന്നു തുടങ്ങുമ്പോൾ കാല് വളയാനും കുഞ്ഞിൻ്റെ തലയ്ക്ക് വലിപ്പം വയ്ക്കാനും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വൈറ്റമിൻ ഡിയുടെ കുറവുകൊണ്ട് സംഭവിക്കാറുണ്ട്. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മൾ ഹോസ്പിറ്റലിൽ തരുമ്പോൾ തരുന്ന ആ ഒരു ബോട്ടിലല്ല കൊടുക്കേണ്ടത്, നമ്മൾ കണ്ടിന്യൂ ചെയ്യണം, നിർത്താൻ പാടില്ല. പലരും ഓർമ്മപ്പെടുത്താറില്ല. കൃത്യമായിട്ട് ആ മരുന്ന് നമ്മൾ 1.5 വയസ്സിലെങ്കിലും കൊടുത്ത് അത്രയും നല്ലതായിരിക്കും. അതുപോലെ എല്ലാ വർഷവും 3 മാസം അയൺ കൊടുക്കണം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ വളർച്ച ഘട്ടങ്ങളിൽ നമ്മൾ ആദ്യത്തെ ഒരു വർഷം 2 വർഷം WHO റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ 6 മാസം തോറും അല്ലെങ്കിൽ എല്ലാ 3 മാസം കൂടുമ്പോൾ കുഞ്ഞിനെ, മിനിമം 3 മാസമാണ് പറയണമെങ്കിൽ ചുരുങ്ങിയ പക്ഷേ 6 മാസം കൂടുമ്പോഴെങ്കിലും കുഞ്ഞിനെ ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കുന്നത് വളരെ ആവശ്യമാണ്. കാരണം കുഞ്ഞിൻ്റെ ആ ഒരു വെയിറ്റ് ഗെയിൻ, കുഞ്ഞിൻ്റെ മൈൽ സ്റ്റോൺസ് ചേഞ്ചസ്, ഇതെല്ലാം നമ്മൾ ഡോക്ടർ കൃത്യമായിട്ട് കണ്ട് തിട്ടപ്പെടുത്തി നമ്മുടെ ഒരു ഗ്രാഫ് ഉണ്ട്. നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുമ്പോൾ വാക്സിനേഷൻ കാർഡിന് കൊടുത്തതിൻ്റെ ഒരു ഗ്രാഫ് നമുക്ക് കിട്ടുന്നുണ്ട്, ഗ്രോത്ത് ചാർട്ട്. അതിൽ നമ്മൾ പ്ലോട്ട് ചെയ്യണം. കുഞ്ഞിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട്, കുഞ്ഞിൻ്റെ വെയിറ്റ് നോക്കിയിട്ട്, തലയുടെ വലിപ്പം നോക്കിയിട്ട് നമ്മൾ കറക്റ്റ് 2-3 മാസം കൂടുമ്പോൾ ആ ഗ്രാഫിൽ നിന്ന് പ്ലോട്ട് ചെയ്ത് പോകണമെങ്കിൽ, ഇപ്പോൾ ആശാവർക്കർമാർ ശരിക്കും പറഞ്ഞാൽ ICDS അവർ ജോലിയും ഇതാണ്. അവർ നമ്മുടെ ഗവൺമെൻറ് തരുന്ന വാക്സിനേഷൻ കാർഡിൻ്റെ അകത്തൊരു ഗ്രാഫുണ്ട്. ഞാൻ ഇന്നേ വരെ ഒരാളും ആ ഗ്രാഫ് ഫില്ല് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. ആ ഗ്രാഫിൽ കുഞ്ഞിൻ്റെ വളർച്ച നമ്മൾ കൃത്യമായിട്ട് ആ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്ത് പോകണമെങ്കിൽ കുഞ്ഞ് എവിടെയെങ്കിലും വെയിറ്റിൽ താഴേക്ക് പോരുന്നുണ്ടെങ്കിൽ ഗ്രാഫ് എപ്പോഴും പോസിറ്റീവ് ട്രെൻഡിൽ പോകണം. ആ ഗ്രാഫ് എപ്പോഴും പോസിറ്റീവ് ട്രെൻഡിൽ നിന്ന് മാറിയിട്ട് അത് ഡൗൺഫോൾ കാണണമെങ്കിൽ നമുക്കറിയാം ഇടപെടേണ്ട സമയമാണ്. കുഞ്ഞിന് വളർച്ച കുറവുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞിന് വെയിറ്റ് കുറഞ്ഞു വരുന്നു, അണ്ടർ വെയിറ്റ് ആണ്, അല്ലെങ്കിൽ ഹൈറ്റിൽ കുറവ് വരുന്നുണ്ട്, ഹൈറ്റ് കൂടുന്നില്ല. അപ്പോൾ കാരണം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ആശാവർക്കർമാരെയും കൊണ്ടോ അല്ലെങ്കിൽ വീടിനുള്ള അടുത്തുള്ള അംഗൻവാടി പോയിട്ടോ അല്ലെങ്കിൽ പീഡിയാട്രിഷ്യൻ അടുത്ത് പോയിട്ടോ എവറി 3 മന്ത്സിൽ ആ ഗ്രാഫ് പ്ലോട്ട് ചെയ്യണം. കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട കാര്യം വളരെ ആവശ്യമാണ്. കാരണം നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു സ്കൂട്ടറോ കാറോ മേടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 1000 കിലോമീറ്ററിലും 5000 കിലോമീറ്ററിലും 10000 കിലോമീറ്ററിലും ഒരു പ്രശ്നമില്ലെങ്കിലും നമ്മൾ സർവീസിങ്ങിന് കൊണ്ടുപോയിരിക്കും. കാരണം അത് കാശ് കൊടുത്ത് മേടിച്ച സാധനമാണ്, നമുക്കൊരു വിഷമമുണ്ട്. പക്ഷേ നമ്മുടെ കുഞ്ഞ് ദൈവം നമുക്ക് തരുന്നതാണ്. ആ കുഞ്ഞിനെ നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം നമുക്കത് ഫ്രീ ആയിട്ട് കിട്ടിയതാണെങ്കിൽ പോലും നമ്മുടെ കുഞ്ഞിൻ്റെ വളർച്ച കൃത്യമായിട്ട് നമ്മൾ തിട്ടപ്പെടുത്തണം. ഡിലേ വന്നു കഴിഞ്ഞാൽ നമുക്കത് വലിയൊരു ഡിലേ ആണ്, ലൈഫ് ടൈം നമുക്കൊരു നഷ്ടമാണത്. ആ ഒരു ഭിന്നശേഷി കുഞ്ഞിനെ ഒരു അമ്മ പോറ്റുന്നത് കണ്ട് നമുക്ക് വിഷമം വരുന്നുണ്ട്, ലൈഫ് ലോങ് അതൊരു ബേർഡനാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം വരാതിരിക്കാൻ നമ്മൾ കൃത്യമായിട്ട് ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ ആദ്യത്തെ ഒരു വർഷവും 2ാമത്തെ വർഷമാണ്. കൃത്യമായിട്ടുള്ള പ്രോപ്പർ ഡയറ്റും പ്രോപ്പറായിട്ടുള്ള വളർച്ചയും കൃത്യമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും മൈൽ സ്റ്റോൺസും തിട്ടപ്പെടുത്തുക. എല്ലാ 3 മാസം കൂടുമ്പോഴും ഒരു പീഡിയാട്രീഷ്യനെ കണ്ട് കുഞ്ഞിൻ്റെ വളർച്ചയും മറ്റു കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് വളരെ അത്യാവശ്യമാണ്.